ഇന്ത്യ മുന്നണി രൂപീകരിച്ച നാൾ മുതൽ മുന്നണി കക്ഷികൾ പരോക്ഷമായും മുന്നണിക്ക് പുറത്തുള്ളവർ പരസ്യമായും ചോദിച്ച ചോദ്യമാണ് എത്ര നാൾ നിലനിൽക്കും ഈ സഖ്യനീക്കം എന്നത്. അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉരുത്തിരിഞ്ഞത്. സീറ്റ് വിഭജന ചർച്ചകളിലടക്കം വലിയ പുരോഗതികൾ കൈവരിക്കവെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്താകും ഇനി മുന്നണിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഭാവി? അയോധ്യ പ്രതിഷ്ഠ എന്ന വലിയ ആഘോഷ പരിപാടി, അതിന്റെ അവസാനിക്കാത്ത അലയൊലി, ഇത് മാത്രം മതിയായിരുന്നു പൊതുതെരഞ്ഞെടുപ്പിൽ BJPക്കും NDAയ്ക്കും വിജയമുറപ്പിക്കാൻ. എന്നാൽ ജനാധിപത്യം എന്ന ചതുരംഗക്കളത്തിൽ BJP കരുനീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മ പിളർപ്പിലേക്ക് നീങ്ങുന്നത്. വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം മാറ്റിവെച്ച് സീറ്റ് വിഭജനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് പാർട്ടികൾ ഓരോന്നായി പിണങ്ങി മാറുന്നത്. কোনো কথা হয়নি এবং আমি প্রস্তাব দিয়েছিলাম, ওরা প্রথম দিনই প্রত্যাখ্যান করেছে। তখন থেকে আমাদের দল সিদ্ধান্ত নিয়েছে আমরা বাংলায় একা চলবো। ইভেন ওরা যে আজ থেকে র্যালি করেছে আমাদের একবার অ্যাজ এ ম্যাটার অফ কান্ট্রি, আমি ইন্ডিয়ার অ্যালায়েন্স, আমাকে একবার জানিয়েছে দিদি আপনার রাজ্যে যাচ্ছি, না জানায়নি। সুতরাং আমার সাথে কোনো সম্পর্ক নেই বাংলার ব্যাপারে। देश में पंजाब बनेगा हीरो। 2024 में लोकसभा चुनाव में आम आदमी पार्टी के पक्ष में 13-0। देखो ये तो उनका काम है, ये ममता नहीं कोई बात नहीं, वो हो सकता है कोई उनके साथ बातचीत चल रही हो उस लेवल पे, लेकिन पंजाब में हम ऐसा नहीं करने वाले। पंजाब में कांग्रेस से हमारा कुछ। പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും സഖ്യമില്ല. പഞ്ചാബിനേക്കാൾ ഏവർക്കും ആശങ്ക ബംഗാളിനെ ചൊല്ലിയായിരുന്നു. അവിടെ തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകാതെ ഏകോപിപ്പിച്ചു നിർത്തുകയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. എന്നാൽ ഇത് സാധ്യമല്ലെന്ന തരത്തിലാണ് മമതാ ബാനർജിയുടെ നിലപാട്. തർക്കവും പിണക്കവും കോൺഗ്രസിനോടാണ്. പിണക്കത്തിന്റെ കാരണം ദേശീയ നേതൃത്വമല്ലെന്ന ഒരു ആശ്വാസം മാത്രം. അധർ രഞ്ജൻ ചൗധരിയുടെ മമതാ വിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് പിണക്കത്തിന് കാരണം. 2019 যে রাজনীতি হয়েছে বাংলায়, মোদি আর দিদির মধ্যে সাম্প্রদায়িক বিভাজনের রাজনীতি, 2021 যে রাজনীতি হয়েছে সাম্প্রদায়িক বিভাজনের রাজনীতি, তারই প্রতিফলন ঘটতে চলেছে 2024 সেই সাম্প্রদায়িক বিভাজনের রাজনীতি। মোদি জানে আমার লাভ, দিদি জানে আমার লাভ। তাই মোদি তুমি রাম নিয়ে থাকো, রামের যদি ভাগ না পাই আমি আল্লাহর দলে চলে যাব। তার জন্য দিদি এতদিন পর মনে পড়েছে আল্লাহ ক্ষমা করবে না। দিদি তো একবার বললো না ঈশ্বর ক্ষমা করবে না। മമതയും അധർ രഞ്ജനും ഒരേ കാലത്ത് കോൺഗ്രസിലെത്തിയ നേതാക്കളാണ്. കോൺഗ്രസിലുള്ള നാൾ മുതൽ തന്നെ ഇരു നേതാക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കാൻ നേതൃത്വം ഇടപെടുന്നുണ്ടെങ്കിലും കല്ലുകടി തുടരുമെന്നതിൽ സംശയമില്ല. ममता जी का पूरा बयान नहीं पढ़ा। ममता जी का पूरा बयान है हम बीजेपी को हराना चाहते हैं, हम बीजेपी को हराने के लिए कोई कदम पीछे नहीं लेंगे। टीएमसी और ममता जी विशेष रूप से, क्योंकि वो एक बड़े नेता हैं, टीएमसी के नेता हैं, भारत के बंगाल के नेता हैं, देश के नेता हैं। इंडिया गठबंधन का एक बहुत महत्वपूर्ण स्तंभ तृणमूल कांग्रेस। हम ममता जी के बिना इंडिया गठबंधन की कल्पना नहीं कर सकते। वो कुछ ना कुछ एक मध्य का रास्ता निकाला जाएगा और इंडिया गठबंधन भी पश्चिम बंगाल में इंडिया गठबंधन के रूप में चुनाव लड़ेंगे और सभी पार्टियों का सहयोग होगा। മമതയുടെ പിണങ്ങിപ്പോക്കിൽ കോൺഗ്രസിന് ചെറിയ ആശങ്കയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത് ജയറാം രമേശിന്റെ അടക്കം വാക്കുകളിൽ വ്യക്തവുമാണ്. എന്നാൽ മുന്നണിയുടെ നിലനിൽപ്പ് ആശങ്കയിലാണെന്ന് ഭയക്കേണ്ടതില്ല. കാരണം തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്ന അവസ്ഥ ഇത് സംജാതമാക്കുന്നു. ഇത് BJPയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ വരും. തൃണമൂലിനൊപ്പമല്ല കോൺഗ്രസും ഇടതു പാർട്ടികളുമെന്ന് വന്നാൽ അത് ഭിന്നിച്ചു പോവുകയുള്ളൂ.
BJP വിരുദ്ധ വോട്ടുകൾ തൃണമൂലിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയുമില്ല. ഇത് കോൺഗ്രസിന്റെയും CPM-ന്റെയും വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യും. എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ തിരിച്ചടിച്ചേക്കാനുള്ള സാധ്യത ഏറെയാണെന്നത് മറന്നുകൂടാ. മമതയുടെ ഉടക്കിന്റെ അലയൊലി അവസാനിക്കും മുൻപേയാണ് നിതീഷ് കുമാർ തന്റെ തനി സ്വഭാവം വീണ്ടും പുറത്തെടുക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന നിരീക്ഷണങ്ങൾ സജീവവുമായി നിലനിൽക്കുന്നതിനിടെയാണ് NDA-യുമായി നിതീഷ് അടുക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇത് ഇന്ത്യ മുന്നണിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. നിതീഷ് കുമാർ എന്ന വ്യക്തിക്കപ്പുറം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് അതിന് കാരണം. ജാതി സെൻസസ്, OBC സംവരണ വർധനവ് എന്നിവ അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ആയുധത്തിന്റെ ആദ്യ വക്താവാണ് നിതീഷ് കുമാർ. പിന്നാക്ക സംവരണ വിഷയത്തിലടക്കം എന്നും ഇന്ത്യക്ക് മാതൃകയായ ബീഹാറിലെ ജനതാദൾ പാർട്ടിയുടെ നിലവിലെ ഏറ്റവും ശക്തനായ നേതാവ്. അതിലുപരി ഉത്തരേന്ത്യൻ ഹിന്ദി ബെൽറ്റിൽ BJP-ക്ക് മേൽക്കോയ്മയില്ലാത്ത ഏക സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഇതൊക്കെയാണ് ബീഹാറിലെ പുതിയ ചലനങ്ങളിൽ ഇന്ത്യ മുന്നണി ഏറെ അസ്വസ്ഥമാകുന്നത്. നിതീഷിന്റെ അസാന്നിധ്യം രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന വിടവ് വലുതാണ്. വോട്ടുകളെയും സീറ്റുകളെയും എങ്ങനെ ബാധിക്കുമെന്നതിനപ്പുറമുള്ളതാണ് ആശയപരമായ നീക്കങ്ങളിലെ തിരിച്ചടി. മമതയുടേതുപോലെ നിതീഷിന്റെ നിലപാട് മാറ്റം കോൺഗ്രസ് കാരണമല്ല, മറിച്ച് നിതീഷിന്റെ സ്വതസിദ്ധമായ നിലനിൽപ്പിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. 1996-ലും 2017-ലും 2020-ലും NDA-യ്ക്കൊപ്പം ചേർന്ന നിതീഷ് UPA-യ്ക്കൊപ്പം ചേർന്നത് 2013-ലും 2022-ലും മാത്രമാണ്. അങ്ങനെ NDA-യുമായി ദീർഘനാൾ ബന്ധമുള്ള നേതാവായ നിതീഷ് കുമാർ അധികനാൾ RJD-യുമായും കോൺഗ്രസുമായും സഖ്യത്തിൽ തുടരില്ലെന്ന് നേരത്തെ പ്രവചിച്ചതാണ്. എന്നാൽ ബീഹാറിലെ BJP-യുടെ വളർച്ചയാണ് നിതീഷിനെ മാറ്റിച്ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത്തവണ പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിട്ടിറങ്ങിയത് പോലും നിതീഷ് ആയിരുന്നുവെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. कोई मीटिंग नहीं है, प्रतिदिन यहाँ पर कार्यकर्ताओं को से मिलते हैं आदरणीय लालू प्रसाद जी, और जो भी पत्रकार साथी यहाँ रहते हैं वो सब जानते हैं कि इतने लोग प्रतिदिन जो कार्यकर्ता हैं आते हैं, अपनी बात रखते हैं. सरकार पूरी मजबूती के साथ बिहार में काम कर रही है, युवाओं के हित में, किसान के हित में, नौजवान के हित में. और पहले जो प्रतिज्ञा जो थी वो नीतीश जी के नेतृत्व में पूरा किया गया. नौकरी का सवाल बड़ा सवाल, देश में एक मॉडल है बिहार, और राष्ट्रीय जनता दल इस सरकार में मजबूती के साथ नीतीश जी का साथ दे रही है, और अंगद की तरह पांव गाड़ कर करके सरकार में रखी हुई है. भारतीय जनता पार्टी सर्टेन घराना जो हाइपोथेटिकल एजेंडे को स्थापित कर करके वो अनस्टेबल स्थिति मीडिया में बनाने की जो कुछ कोशिश कर रहे हैं, कुछ प्राप्त नहीं होना. ഹിന്ദി ബെൽറ്റിൽ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ബീഹാറിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം നിഴലാടുന്നത്. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അനുരഞ്ജനത്തിന്റെയും പുതിയ സാധ്യതകളെ എത്തരത്തിൽ നേരിടാമെന്നതിൽ ഊന്നിയുള്ള ചർച്ചകളിലുമായിരിക്കും. ഏതായാലും ഇന്ത്യ മുന്നണി എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ഒന്നോ രണ്ടോ നീക്കങ്ങൾ ഒഴിച്ചാൽ ഒരിക്കൽ പോലും NDA-യ്ക്ക് ഭീഷണി ഉയർത്താൻ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. കണക്കുകൾ മാത്രമാണ് രൂപീകൃതമായ നാൾ മുതൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകിയ ഘടകം. മറ്റെല്ലാം ഈ സഖ്യത്തിന് അനുകൂലമായിരുന്നില്ല.